എന്താ ഇവിടെ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? തന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ, അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നെ കുടി. പിന്നെ പറ. പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ, എടാ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറയാന്ന് പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് താൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ, പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയത് അയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ്? എന്താ എൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ട് എന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിന് പറ്റിയ ടൈപ്പൊന്നുമില്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി, എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഇനി കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്. സെറ്റാക്കിയല്ലേ? നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ. അതാ പിന്നെ ഞാനവിടെ ഇരുന്നത്. നടക്കട്ടെ. അല്ല വരാ, നിന്നെ തേടി പോലീസ് എന്തോ വന്നിരുന്നു കേട്ടല്ലോ. നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു. നീ പറയില്ല, അതെനിക്കറിയാം. അത് വിട്, നമ്മളോട് പറഞ്ഞില്ല, മോശമായി പോയി. എൻ്റെ കൈക്ക് പറ്റി? അതൊരു മുറിവാ. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. ഇതാ നിൻ്റെ കാശിന് 2000 എടുത്തു, ബില്ലടയ്ക്കണം. എൻ്റെ കൈക്കെന്താ പറ്റിയെന്ന് പറ. അതൊരുത്തും വെട്ടിയതാ, അരിവാളും കൊണ്ട്. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സീനുണ്ട്. അവൻ്റെ പറമ്പിൽ കയറി 2 കാന്താരി പൊട്ടിച്ചതിന് വാള എടുത്ത് 2 വെട്ടങ്ങ് വെട്ടി. തുടക്കും കിട്ടി. നീ പേടിക്കണ്ട, ഞാൻ അവൻ്റെ വീടങ്ങോട്ട് പൊളിച്ചടുക്കി ചുമരൊക്കെ കൊണ്ട് ഇടിച്ചിട്ടു. അപ്പം മൊത്തം പോലീസ് കേസാ. നീ ഒരു 5000 രൂപ. എടാ, എൻ്റെ കാശില്ല. നോക്കിയേ കള്ളം പറയില്ലടാ. നമ്മളൊന്നല്ല. എടാ, നിന്റെ മോന്തെ നീ കുറുക്കം കുശിവിട്ടിരിക്കണേ. ഡിപ്രഷനാ? ഡിപ്രഷനല്ലേ? അപ്പം അവള് നിനക്ക് സെറ്റായതല്ലേ? രണ്ടടിയാ. താഴ്ന്നു വന്നേ, ഒരു മിനിറ്റ് കേട്ടോ. വരാൻ കയ്യിൽ ചക്ക വിളഞ്ഞാണ്.
അതാണോ നിന്റെ പ്രശ്നം? നീ എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നേ? വിളിച്ചാ ഫോണും എടുക്കൂല, വാട്സപ്പിലാണെങ്കിൽ ഒടുക്കത്തെ മലോഡ്രാമ. ഞാൻ മുന്നേ ശല്യപ്പെടുത്തിയോ? ഇല്ലല്ലോ. എടാ അതാണ് എൻ്റെ പ്രശ്നം. നീ ഇങ്ങനെ ഡൗൺ ആവാൻ മാത്രം എന്ത് പ്രേമം നിനക്ക് എന്നോട്? നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നേ? ഒരു കോപ്പിലെ സെന്റിമെന്റ്സ്. നിനക്കൊരു ക്യാരക്ടർ ഉണ്ടടാ. ഇതൊക്കെ പറയാനാണ് ഇപ്പം. സോറി, ഞാനൊന്നും പറയുന്നില്ല. എന്താ എന്താ ആരോടെ മാറി? എവിടെ? അവിടെ. സോറി. അവിടെ മിണ്ടാതെ മിണ്ടാതെ നിൽക്ക്. അമ്മ, അവളെവിടെ പോയെന്നാ പറഞ്ഞത്? അവളെ വിളിച്ചാക്കിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട, അത് കാരണമാണ്. എനിക്കറിയാൻ പാടില്ല. അമ്മേ, എട്ടപ്പള്ളി. അമ്മേ, ഒന്നുമില്ല. എടോ, താൻ നമ്പർ അടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ കോൾ അടിച്ച്. ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, തനിക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് തന്നെ അത്ര ഇഷ്ടം. എനിക്ക് പ്രശ്നമുണ്ട്. ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം, കമ്പനി തരാം. പോരെ? നീ നോക്കിയത് ആ ഫോണിങ്ങന്ന് ഫോൺ താടും. ചിരിക്കും.